السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അള്ളാഹു നമ്മെ അവരെയും അവരിഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലായി ദീർഘകാലം ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ മാനവികതയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി ഖുർആൻ എന്ന നിത്യനൂതന വേദഗ്രന്ഥത്തെ, സത്യവേദത്തെ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ, എന്നാൽ അതിനെതിരെ തോന്നിയതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് മൈത്രേയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഖുർആനെക്കുറിച്ച് മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു വാക്യം ഖുർആനിലുണ്ടോ എന്ന് ഏതോ ഒരു സാധു മനുഷ്യനെ മുന്നിൽ നിർത്തി അയാളോട് ചോദിച്ച് ഇയാളിങ്ങനെ വിജയഭാവത്തിലിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. ഇൻഷാ അല്ലാഹ് ഖുർആനിൽ മനുഷ്യന് ഉപകാരമുള്ളതുണ്ടോ, ഖുർആനിൽ ഏതെങ്കിലും ഒരക്ഷരം മനുഷ്യന് ഉപകാരമുള്ളതല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യണം. ഖുർആൻ മാനവികമല്ല എന്നതാണ് മറ്റൊരു വിമർശനം. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ പുരോഗതിക്കും താല്പര്യങ്ങൾക്കുമൊന്നും ഖുർആൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പരസ്പരം ഭിന്നിക്കാനും കൊല്ലാനും യുദ്ധം ചെയ്യാനും തോൽപ്പിക്കാനും ആധിപത്യം നേടാനുമാണ് ഖുർആൻ അനുയായികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ വിമർശനത്തിൻ്റെ ആകത്തുക. സത്യം പറഞ്ഞാൽ വിശുദ്ധ വേദം എന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് ഇത്തരം ആളുകൾ, കോടാനുകോടി മനുഷ്യർ അവരുടെ അഭിമാന സ്തംഭമായി കാണുന്ന, അവരുടെ ജീവിതത്തിലെ ഓരോ ചലനത്തെയും നിയന്ത്രിക്കുന്ന ദൈവിക വചനമായി കാണുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ചില അനുഭവങ്ങളുണ്ട്. ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ചില വലതുപക്ഷ യൂറോപ്യൻ തീവ്രവാദികൾ, അവരുടെ പ്രസംഗമധ്യേ അവർ പറയുന്നുണ്ട്, ഖുർആൻ ഞാനൊരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല. നവനാസ്തികത എന്ന പേരിൽ മതത്തെ, വിശിഷ്യ പരിശുദ്ധ ഇസ്ലാമിനെ ഒരു മാന്യതയുമില്ലാതെ വിമർശിക്കാനും തോൽപ്പിക്കാനും ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നേതാക്കളിൽ ഉന്നതനാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അയാളും പറയുന്നുണ്ട് ഖുർആൻ ഞാൻ വായിച്ചിട്ടില്ല, ഖുർആൻ വായിച്ചിട്ടില്ല. പിന്നെ കേട്ടുകേൾവി അനുസരിച്ച് പല സിനിമകളിലുമൊക്കെ ഖുർആനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നത് അപ്പടി വിഴുങ്ങി, അതുമല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റുകൾ അവരുടെ ആധിപത്യ മനോഭാവത്തിന് ഇസ്ലാമും ഖുർആനും വിരുദ്ധമായി നിൽക്കുമ്പോൾ ഖുർആനെയും ഇസ്ലാമിനെയും തോൽപ്പിക്കാൻ വേണ്ടി അവർ അന്നുണ്ടാക്കി വെച്ച കുറേ അബദ്ധങ്ങളും വാദങ്ങളും വിമർശനങ്ങളും ഒക്കെ മുഖവിലക്കെടുത്ത് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, പഠനം കൃത്യമായി നടത്താതെ, എന്താണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് അറിയുക പോലും ചെയ്യാതെ അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടത് അങ്ങനെ ഉദ്ധരിച്ചു പോകുന്നു. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ചില ട്രെൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആൻ നിരോധിക്കണമെന്ന് ജർമ്മനിയിൽ പ്രഖ്യാപനം നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തയാൾ ഖുർആൻ മറിച്ചു നോക്കി, അയാൾ പഠിക്കാൻ ശ്രമിച്ചു. അതോടുകൂടി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കൗതുകം കൂടെ ഈ അടുത്തുണ്ടായി. അതുവരെ അയാൾ വിമർശിച്ച് കിടന്ന് ഖുർആൻ എന്താന്ന് തുറന്നു നോക്കാതെ, പിന്നെ അദ്ദേഹത്തിന് ചില സന്ദർഭങ്ങളിൽ അത് തുറന്നു നോക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഖുർആനിൽ ഉടക്കി അദ്ദേഹം ഖുർആനെ കുറിച്ച് പഠിക്കുകയും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതൊരാളോ രണ്ടാളോ ഒന്നുമല്ല. ഖുർആനിന് ഇന്ന് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന വ്യാഖ്യാന ഗ്രന്ഥമെഴുതിയ മെർമെഡ്യൂക്ക് പിക്താൾ അടക്കം
അദ്ദേഹമാണ് മുഹമ്മദ് അലി പിക്താൾ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധനായത്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ ഗ്രന്ഥം വായിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഒരു ഖുർആൻ വിമർശകനായിരുന്നു. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ്റെ ഖുർആനും റസൂലിനെയും താല്പര്യപ്പെട്ടുള്ള ജീവിതം ശ്രദ്ധയിൽപ്പെട്ട മാത്രയിൽ അദ്ദേഹം നബിയെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ്റെ ആളായി മാറുന്നു, ഖുർആൻ്റെ വലിയ പ്രബോധകനായി മാറുന്നു. എന്താണ് പലരെയും ഖുർആൻ അലോസരപ്പെടുത്തുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്കത് അതിൻ്റെ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്ന ഒരു ഭാഗം 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇൻ്റെ 9-10 വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഒരു മനുഷ്യന് ഏറ്റവും നന്മ ഏതാണോ അതിലേക്ക് ഖുർആൻ അവനെ ചേർത്തുന്നു എന്നാണ്. ഇന്ന ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധമായ ഗ്രന്ഥം, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, മനുഷ്യന് ഏറ്റവും ഉദാത്തം, ഏറ്റവും സ്യൂട്ടബിൾ, മനുഷ്യനെ സംബന്ധിച്ച് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഏതാണോ അനുവർത്തിക്കേണ്ടത് ആ ഒരു വ്യവസ്ഥയിലേക്ക്, ആ ഒരു ദർശനത്തിലേക്ക്, ആ ഒരു ആദർശത്തിലേക്ക് ഖുർആൻ മനുഷ്യനെ ചേർക്കുന്നു. അതോടൊപ്പം ഖുർആൻ വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വിശ്വാസികൾക്ക് വലിയ പുണ്യമുണ്ടെന്ന് ഈ ഖുർആൻ സന്തോഷമറിയിക്കുകയും ചെയ്യുന്നു. വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ അഅ്തദ്നാ ലഹും അദാബൻ അലീമ. നന്മ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വലിയ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ താക്കീതും നൽകുന്നു. ഇവിടെ വെച്ചാണ് പലർക്കും ഖുർആനിനോട് വിദ്വേഷം വരുന്നത്. ഖുർആന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യനെ ഏറ്റവും ഉദാത്തമായതിലേക്ക് അത് കൊണ്ടുപോകും. അതോടൊപ്പം വിശ്വാസികളാകുന്ന മനുഷ്യർക്ക് പരലോകത്ത് വൻ വിജയവും സന്തോഷവും ആനന്ദവും. എന്നാൽ വിരുദ്ധരായി ജീവിക്കുന്ന ആളുകൾക്കോ വലിയ കൊടിയ ശിക്ഷയും ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് പലർക്കും ഖുർആന്റെ വിശുദ്ധമായ പാതയോട് വിദ്വേഷം വരുന്നത്. അപ്പോൾ അവരുടേതായ ഇഷ്ടത്തിന് ഖുർആൻ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കും. കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് തോന്നിയതാണ് ഖുർആൻ എന്നവർ മനസ്സിലാക്കുന്നു. CH മുസ്തഫ മൗലവിയൊക്കെ അങ്ങനെയാണ്. സമൂഹത്തിൻ്റെ പൾസ് എന്താണ് അതനുസരിച്ച് ഖുർആനിനെ കോട്ടി മാറ്റി വലിച്ചു നീട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവരുടെ ഇടയിൽ നല്ല പിള്ള ചമഞ്ഞ് ഇങ്ങനെ ഞാനൊരു വലിയ പണ്ഡിതനാണ് എന്ന് തെളിയിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നടക്കുക. ഖുർആൻ അതിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെ വ്യാഖ്യാനത്തിന് നിയതമായ മാർഗങ്ങളുണ്ട്, ഖുർആൻ മനസ്സിലാക്കാൻ പ്രത്യേകമായ മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക കുറേ ആളുകളോ എന്താണിതെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ശക്തരായ വിമർശകരായി നടക്കുക. ഇതേക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 26-ാമത്തെ വചനത്തിൽ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ ബഅൂദ എന്ന് തുടങ്ങിയ ആ സൂക്തം അവസാനിക്കുന്നത് യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ എന്നും പറഞ്ഞിട്ടാണ്. ഖുർആൻ കൊണ്ട്, ഖുർആനിലെ ഉപമ കൊണ്ട്, ഖുർആനിലെ ആദർശം കൊണ്ട്, ഖുർആൻ പറയുന്ന ധർമ്മ രീതികൾ കൊണ്ട് കുറേ ആളുകൾ നന്മയിലേക്കെത്തും. എന്നാലോ കുറേ ആളുകൾ അതുകൊണ്ട് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ പഠിച്ച് കുറേ ആളുകൾ വഴികേടിലെത്തും. അതെന്തുകൊണ്ട്? ഖുർആന്റെ തകരാറ് കൊണ്ടല്ല. പിന്നെ നല്ലവരായി ജീവിക്കണം എന്ന് ഖുർആൻ പറയുമ്പോൾ അത് പാടില്ലെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഖുർആൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീരും. ധർമ്മനിഷ്ഠ പാലിക്കണമെന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെതിരായി നിൽക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ഭാരമായി തോന്നും. അങ്ങനെ വയുദില്ലു ബിഹി കസീറ, കുറേ ആളുകൾ ഇതുകൊണ്ട് നശിക്കുക തന്നെ ചെയ്യും. ഇവർക്ക് മാത്രമാണ് ഖുർആൻ അരോചകമാകുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞ നീതിക്കെതിരെയുള്ള, ധർമ്മത്തിനെതിരെയുള്ള, സത്യത്തിനെതിരെയുള്ള, മാന്യതക്കെതിരെയുള്ള, മാനവികതക്കെതിരെയുള്ള കുരിശുയുദ്ധം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഖുർആൻ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാകും. കാരണം അവരുടെ ആ വഴന്ന ശൈലിയിലൂടെ പോകാൻ ഖുർആൻ സമ്മതിക്കില്ല. അത് മനുഷ്യനെ ഉദാത്തമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം നന്മ ചെയ്ത് നല്ലവരായി ജീവിക്കുന്നവർക്ക് പരമാനന്ദം വാഗ്ദാനം ചെയ്യുന്നു. എന്നാലോ നന്മയ്ക്ക് വിരുദ്ധരായി നടക്കുന്നവർക്കോ കൊടിയ ശിക്ഷയും ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ സത്യത്തിൻ്റെ ഓരം ചേർന്ന് നടക്കാൻ പറ്റുന്നവർക്കാണ് ഖുർആൻ മാർഗദർശനമാകുന്നത്. അവനെ ഏറ്റവും ഉദാത്തമായതിലേക്ക് ഖുർആൻ ചേർക്കുകയും ചെയ്യും.
ഇത് പറ്റാതെയാകുമ്പോൾ ഖുർആനെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പലരുടെയും മാർഗം. ഖുർആൻ തീരെ മാനവികമല്ല എന്നാണ് ഒരു വാദം. എന്തുകൊണ്ട്? ഖുർആനിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ വാക്യങ്ങളൊന്നുമില്ല. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതിൻ്റെ മുന്നേ ഖുർആനിലെ ചില മാനവികമായ വശങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. മനുഷ്യനെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായിട്ടാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. അതുകൊണ്ട് മനുഷ്യൻ എന്ന രീതിയിൽ മത ചിന്താഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ഖുർആൻ അർഹമായ ആദരവ് അംഗീകരിച്ചു കൊടുക്കുന്നു. സൂറത്തുൽ ഇസ്രാഇന്റെ തന്നെ 70-ാമത്തെ വചനത്തിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നത് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവനെ സമുദ്രത്തിലും കരയിലും മറ്റ് രീതിയിലുമൊക്കെ സഞ്ചരിക്കാൻ പറ്റും വിധത്തിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു. അവൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു. എന്നിട്ടോ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവർക്ക് നല്ല കാര്യങ്ങൾ ഭക്ഷിക്കാനും മനുഷ്യനെ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. വഫല്ലല്ലാഹു അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതന്മാരായി മനുഷ്യരെ അള്ളാഹു കൊണ്ടുവന്നിരിക്കുന്നു. ഇത് മനുഷ്യൻ എന്ന രീതിയിൽ അള്ളാഹു നൽകുന്ന ആദരവാണ്. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം ചിന്താശേഷിയുള്ളത്, മനുഷ്യന് മാത്രവും സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള കഴിവ് നൽകിയത്, മനുഷ്യന് മാത്രം പിന്നെയും പിന്നെയും പുരോഗതിയിലേക്ക് എത്താൻ പറ്റുന്നത്. മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് ജന്തുജാലങ്ങൾക്കൊന്നും ഈ ഒരു പ്രത്യേകതയില്ല. നൈസർഗികമായി അവരുടെ സിദ്ധി അനുസരിച്ച് അവർ ജീവിച്ചു മുന്നോട്ട് പോകുന്നു. മനുഷ്യനെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയായിട്ട് ഖുർആൻ പടച്ചുവന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് പരിശോധിച്ച് തുടങ്ങണം നമ്മൾ ഖുർആനിൻ്റെ മാനവികത. എന്ന് മാത്രമല്ല, മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതെങ്ങനെ? മനുഷ്യരല്ലാത്ത ആളുകൾ പ്രപഞ്ചം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അത് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യവും വേണ്ട വിധം ഉപയോഗിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ മറ്റ് ജീവജാലങ്ങളെക്കുറിച്ച് അവരുടെ ജീവിത പരിസരത്ത് അവർക്ക് ആവശ്യമുള്ള കുറച്ച് സംഗതികൾ മാത്രമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്സിജൻ എല്ലാ ജന്തുക്കളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അത് അവർക്ക് ജീവിക്കാൻ ആവശ്യമാണ്. ഭക്ഷണം എല്ലാ ജന്തുക്കളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, വെള്ളം എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ മനുഷ്യന് ഈ ദുന്യാവിലെ ഓരോ കാര്യവും ഉപകാരപ്രദമാണ്. ഓരോന്നും മറ്റുള്ള ജന്തുജാലങ്ങൾക്കൊന്നും അതേക്കുറിച്ച് യാതൊരു താല്പര്യവുമില്ല, അവർക്കത് ആവശ്യവുമില്ല. സ്വർണം മനുഷ്യന് ഉപയോഗിക്കാം, സ്വർണം മറ്റു ജന്തുക്കൾക്ക് എന്ത് കാര്യത്തിനാണ്? വെള്ളി മനുഷ്യന് ഉപയോഗിക്കാം, മറ്റുള്ളവർക്കൊന്നും അതിൻ്റെ ആവശ്യമേ ഇല്ല. യന്ത്രങ്ങൾ, വാഹനങ്ങൾ, നല്ല രീതിയിലുള്ള ഭവനങ്ങൾ, വസ്ത്രം നിർമ്മിക്കാനുള്ള വ്യത്യസ്തങ്ങളായ സാമഗ്രികൾ, ഇതെല്ലാം മനുഷ്യന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മറ്റു ജന്തുക്കൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നൈസർഗികമായ ആ ജീവിത സ്വഭാവത്തിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. മനുഷ്യനെ ഖുർആൻ ആദരിച്ച ഒരു മാർഗമാണത്. പടച്ച റബ്ബിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യനെ ഇவ்விധത്തിലായിട്ടാണ് അവൻ സംവിധാനിച്ചത്. പിന്നെ എല്ലാ മനുഷ്യരും ഒരേ കുടുംബമാണെന്ന് ഖുർആൻ പലയിടങ്ങളിൽ പ്രഖ്യാപിക്കുന്നു. എല്ലാ മനുഷ്യരും ഒരേ കുടുംബമാണ്. സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ശ്രദ്ധാപൂർവം ജീവിതത്തിൽ സൂക്ഷിക്കണം. അത് പറഞ്ഞിട്ട് ആരാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെയെല്ലാം അവൻ പടച്ചു. വഖലഖ മിൻഹാ സൗജഹാ, ആ ആത്മാവിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇണയെയും അള്ളാഹു പടച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ രണ്ടു പേരിൽ നിന്നും നിരവധിയായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു ഈ ദുന്യാവിൽ വിന്യസിപ്പിച്ചു. അപ്പം ഏത് ജാതിക്കാരനായാലും ഏത് മതക്കാരനായാലും ഏത് രാഷ്ട്രക്കാരനായാലും അവൻ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്, മാനവ കുടുംബം. അവരുടെ മാതാവും പിതാവും ഒന്നാണ്.
ആ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് ഈ സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലാ ഫളല ലിൽ അറബിയ്യി അലൽ അജമി. അറബിക്ക് അനർബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്നും. അപ്പം നമ്മളെല്ലാവരും ഏത് നാട്ടുകാരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും ഒരേ ഒരു കുടുംബമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അതിൻ്റെ മാനവ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി ഇങ്ങനെ ഒരു ആദർശം നമ്മുടെ മുന്നിൽ വെക്കുന്നു. എന്നിട്ടോ ഈ കുടുംബം വ്യത്യസ്തരായി പിന്നീട് മാറേണ്ടി വരുന്നത് അത് ചില ഭൗതികമായ സംവിധാനങ്ങൾക്കാണെന്നും ഖുർആൻ നമ്മളോട് പറയുന്നു. സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വാക്യം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമായി നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വർഗങ്ങളും പിന്നെ ചിലരൊക്കെ വഴിതെറ്റി വ്യത്യസ്ത മതങ്ങളൊക്കെ ആയി മാറി. അള്ളാഹുവിൻ്റെ അരികിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, ഏറ്റവും തഖ്വയുള്ളവരാകുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകുന്നു. മനുഷ്യന്റെ പുരോഗതിയുടെ, നന്മയുടെ, ഔന്നിത്യത്തിന്റെ മാനദണ്ഡമായി ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇതാണ്. അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാകുന്നു. ഇതോടൊപ്പം മനുഷ്യർ പരസ്പരം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചും ആ മാനവികതയുടെ ഏറ്റവും ഉന്നത രൂപത്തിൽ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയുടെ 8-ാമത്തെ വാക്യം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലിന്നാസ്, സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം. ശുഹദാ ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയുടെ സാക്ഷികളാവണം. നീതിക്ക് വേണ്ടി, നീതിയോടൊപ്പം എപ്പോഴും നിലകൊള്ളണം. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അല്ലാ തഅദിലു, നീതി ചെയ്യാതിരിക്കാൻ. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നീതി ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഏത് ഘട്ടത്തിലും ഏത് പ്രലോഭനമുണ്ടാകുമ്പോഴും നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. നീതിയുക്തമാവണം നമ്മുടെ തീരുമാനങ്ങൾ, വിധികൾ. അവിടെ മതഭേദം വിധിയിലും മറ്റും വരാനേ പാടില്ല. മറ്റു ചില ഗ്രന്ഥങ്ങളൊക്കെ ചില സ്മൃതികളൊക്കെ നമുക്ക് പരിചയമുണ്ട്. ബ്രാഹ്മണൻ ഇന്നത് ചെയ്താൽ അവന് ലളിതമായ ശിക്ഷ, എന്നാൽ ശൂദ്രനോ ജാതി ശൃംഖലയിൽ താഴെ നിൽക്കുന്ന ഒരാളോ അയാൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലലടക്കമുള്ള കൊടിയ ശിക്ഷകൾ. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മകൾ ഫാത്തിമ കെട്ടാലും കൈ ഞാൻ മുറിക്കുമെന്ന്. ഉന്നത കുലജാതയായൊരു പെണ്ണ് കെട്ടു. ആ പെണ്ണിൻ്റെ ഗോത്രത്തിൽപ്പെട്ട പലരും ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു, അവർക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, ആ ശിക്ഷയിൽ നിന്ന് അവരെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാൻ. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാവരെയും വായടപ്പിച്ചുകൊണ്ട് നീതിയുടെ ലോകം കേട്ട ഏറ്റവും വലിയ ദർശനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നത്, എൻ്റെ മകൾ ഫാത്തിമ കെട്ടാലും അവളുടെ കൈ ഞാൻ മുറിച്ചിരിക്കും. റസൂലുമായി ബന്ധമില്ലാത്തൊരു മകളല്ല ഫാത്തിമ എന്ന് നമുക്കൊക്കെ അറിയാം. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഹബീബായ നബി തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അങ്ങനത്തെ മോള് കെട്ടാലും ഞാൻ കൈമുറിച്ചിരിക്കുമെന്ന് നീതിയുടെ ഉദാത്തമായ പ്രഖ്യാപനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്നു. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അല്ലാ തഅദിലു, ഏതെങ്കിലും ഒരു സമൂഹത്തോട്, കുടുംബത്തോട്, വ്യക്തിയോടുള്ള വിദ്വേഷം നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഖാദി ഷുറൈഹിന്റെ കഥയുണ്ട്. നീതിമാനായ ഖാദി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴുദ്യോഗസ്ഥനായിരുന്നു. ഒരു ജൂതൻ അലിയാർ തങ്ങളുടെ പടയങ്കി മോഷ്ടിച്ചു. അത് അലിയാർ തങ്ങളുടേതാണെന്ന് എല്ലാവർക്കും അറിയാം, അലിയാർ തങ്ങൾക്കും അറിയാം. അലി ഇബ്നു അബീ ത്വാലിബ് ആ മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനാണ്, അമീറാണ്, മഹാരാജാവാണ്.
ആ അധികാരം ഉപയോഗിച്ച് ഈ ജൂതനിൽ നിന്ന് പടയങ്കി പിടിച്ചു വാങ്ങിക്കൊണ്ടുവല്ല ചെയ്തത്. ഖാദി ശുറൈഹ് എന്ന അന്നത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ കോർട്ടിൽ അലിയാർ തങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നു. ജൂതനെയും ഭരണാധികാരിയാകുന്ന അലി ബിൻ അബി ത്വാലിബിനെയും റളിയല്ലാഹു അൻഹു ഖാദി ശുറൈഹ് വിളിച്ചു വരുത്തുന്നു. രണ്ടുപേരോടും ന്യായങ്ങൾ കേൾക്കുന്നു. അലി ബിൻ അബി ത്വാലിബ് തങ്ങളോട് ഖാദി ശുറൈഹ് പറയുന്നത്, ഈ പടയങ്കി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, നിങ്ങളുടേതാണ് എങ്കിൽ ശക്തമായ പ്രമാണം വേണം. ആരാണതിന് സാക്ഷി? നിഷ്കപടമായി അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു, എൻ്റെ 2 മക്കൾക്കറിയാം. ഖാദി ശുറൈഹ് പറഞ്ഞു, മക്കൾ നിങ്ങൾക്ക് സാക്ഷി നിന്നാൽ ഇസ്ലാമിക കോടതിയിൽ അത് തെളിവല്ല, പക്ഷപാതിത്വം വരും. എൻ്റെ ഒപ്പമുള്ള തൊഴിലാളികൾക്കറിയാം. ഖാദി ശുറൈഹ് തിരുത്തി, പാടില്ല, നിങ്ങളുടെ ആനുകൂല്യം പറ്റി നിങ്ങളോടൊപ്പമുള്ള പണിക്കാരനും തൊഴിലാളിയും സാക്ഷി നിന്നാൽ ഒരിക്കലും ഈ സാക്ഷിത്വം സ്വീകരിക്കാൻ പറ്റില്ല. അലിയാർ തങ്ങൾക്ക് അതിനപ്പുറം വേറെ തെളിവൊന്നുമില്ലായിരുന്നു. ഖാദി ശുറൈഹ് ആ ജൂതൻ അനുകൂലമായി വിധിച്ചു. ആ പടയങ്കി ജൂതൻ തന്നെ എടുക്കട്ടെ എന്നും പറഞ്ഞു. അക്ഷോഭ്യനായി അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ കോടതിയിൽ നിന്ന് തോറ്റ് തൻ്റെ പടയങ്കി നഷ്ടപ്പെട്ട് തലതാഴ്ത്തി ഇറങ്ങിപ്പോന്നു. കീഴുദ്യോഗസ്ഥനാണ് ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിധി നടത്തുന്നത് മഹാരാജാവിനെതിരെയാണ്. ഈ പടയങ്കി അലി തങ്ങളുടേതാണെന്ന് അവിടുത്തെ പരിചയമുള്ള എല്ലാവർക്കും അറിയാനും പറ്റും. പക്ഷേ കോടതിയിൽ ന്യായമായിരിക്കണം. വലാ യജ്രിമന്നക്കും ശനആനു ഖൗം, അയാൾ ജൂതനാണ്, ഈ മതത്തിൻ്റെ എതിരാളിയാണ്. പലപ്പോഴും ഹബീബായ നബിതങ്ങളെയും കൂട്ടരെയും ഇല്ലാതെയാക്കാൻ കഠിനാധ്വാനം ചെയ്ത വർഗത്തിൻ്റെ മെമ്പറാണ്. പക്ഷേ അത് നീതി ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൂടാ. പക്ഷെ ജൂതന് വല്ലാത്തൊരു മനംമാറ്റുണ്ടായി. അയാളുടെ മനസ്സിൽ 1000 അമ്പുകൾ തുറച്ച പോലെയുള്ള വേദന വന്നു. എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ മഹാസാമ്രാജ്യത്തിൻ്റെ ഉടമയാകുന്ന, അധിപനാകുന്ന, അമീറാകുന്ന അലിക്കെതിരെ തൻ്റെ കീഴുദ്യോഗസ്ഥൻ വിധി പറയുന്നു. അദ്ദേഹം അക്ഷോഭ്യനായി അത് സ്വീകരിച്ചിറങ്ങിപ്പോകുന്നു. ആ പടയങ്കിയുമായി അലി ബിൻ അബി ത്വാലിബിൻ തങ്ങളുടെ പിറകെ ഓടി ജൂതൻ. ഇത് അങ്ങയുടേതാണ്, സിഫീൻ യുദ്ധത്തിനിടയ്ക്ക് എനിക്കത് ലഭ്യമായപ്പോൾ ഞാൻ സ്വന്തമാക്കിയതാണ്, അത് അങ്ങ് തന്നെ സ്വീകരിച്ചാലും അതോടൊപ്പം ഈ വിശുദ്ധമായ ആദർശത്തിൽ എന്നെ ഒന്ന് മെമ്പറായി ചേർത്താലും. അദ്ദേഹം അലിയാർ തങ്ങളുടെ കയ്യും പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ തഅദിലു. ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം നീതി ചെയ്യാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതിയിലൂടെ മാത്രം മുന്നോട്ട് പോകണം. ഫഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നീതി കാണിക്കുക, അതാണ് തഖ്വയുടെ പക്ഷം ചേർന്നത്. നീതി കാണിക്കുക. അലിയാർ തങ്ങൾ ആ പടയങ്കി അദ്ദേഹത്തിന് തന്നെ നൽകിയെന്ന് പിൽക്കാല ചരിത്രം. അത് നീ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഖുർആൻ മാനവികാണോ അല്ലേ എന്ന് ഖുർആൻ അറിയാതെ, അതിൻ്റെ കവർ തുറന്നു നോക്കാതെ വിമർശിക്കുന്നവർ ഇത്തരം ഖുർആനിലെ വചനങ്ങൾ പഠിക്കണം. മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണെന്ന് പറയുന്നു. അവരെ അള്ളാഹു ആദരിച്ചു എന്ന് പറയുന്നു. മനുഷ്യനു വേണ്ടി പ്രപഞ്ചത്തെ സംവിധാനിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം നീതിയുക്തമാവണം നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം എന്ന് കൃത്യമായി പടച്ച റബ്ബ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. കുറേ ആളുകളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ അനീതി കാണിക്കും, അവർ വിധിയിലും മറ്റും കൈക്കൂലി മേടിക്കും, ആനുകൂല്യങ്ങൾ നൽകുന്നവർക്ക് ഒപ്പിച്ച് വിധി നടത്തും. ഇങ്ങനെ വീട്ടിൽ പോയി കാണാനും പ്രസാദിപ്പിക്കാനും പറ്റാത്ത സാധു മനുഷ്യന്മാരെ പലപ്പോഴും തോൽപ്പിച്ചു കൊണ്ടിരിക്കും. ഇന്ത്യൻ കോടതിയിലൊക്കെ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിധി നടത്തിയാലാണ് നമുക്കൊരു ഗവർണർ പദവി കിട്ടുക, ഒരു രാജ്യസഭ MP പദവി കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കിയാണ് വിധി പോകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് കുറ്റബോധം വരും. ഞാനന്ന് അങ്ങനെ ദൈവം പറഞ്ഞതുകൊണ്ട് വിധിച്ചു എന്നൊക്കെ അങ്ങോട്ട് പറയും. നീതി എവിടെയാണ്? ന്യായം എവിടെയാണ്? ഇങ്ങനെ വിധി നടത്തുന്ന ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഇദയുടെ 42-ാമത്തെ വചനത്തിലുണ്ട്. സമ്മാഊന ലിൽ കദ്ബി അഖാലൂന ലിസ്സുഖ്ത് ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും വഅരിദ് അൻഹും വഇൻ തുഅരിദ് അൻഹും ഫലൻ യദുറൂക ശൈആ. ഇങ്ങനത്തെ ആളുകൾ
കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അങ്ങേ വിധിക്ക് സമീപിച്ചാൽ അങ്ങ് വിധി നടത്തണം. ഇവർ പഴച്ച് കുഴപ്പം പിടിച്ചവരാകയാൽ അവരവഗണിച്ച് തള്ളിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞിട്ട് വൈൻ ഹക്കംത, റസൂലെ അങ്ങ് അവർക്കിടയിൽ വിധി നടത്തുന്നുവെങ്കിൽ ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീതിപൂർവമായിരിക്കണം വിധി. അവരുടെ വിഷയത്തിൽ അങ്ങ് ഇടപെടണമെന്നില്ല, ഇടപെടുന്നതും തിരക്കിടൊന്നുമില്ല. ഇടപെടുകയാണെങ്കിൽ ആ വിധി നീതിപൂർവമാകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ മാനവ വിരുദ്ധമായ ഒരക്ഷരം കാണിക്കാൻ കഴിയില്ലെന്ന് സധീരം ഖുർആനെ കുറിച്ച് പഠിച്ചവർക്കൊക്കെ, അവർ ഖുർആന്റെ അനുയായികളാവണമെന്നില്ല, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മതദർശനത്തെ പിന്തുടരുന്നവരാവണമെന്നേയില്ല. സത്യസന്ധമായി ഖുർആനെ പഠിച്ചവർക്കൊക്കെ ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുകൊണ്ട് ആ ഖുർആനെ പഠിച്ചിട്ട് ഫാദർ ബെഞ്ചമിൻ കൽദാനി മുഹമ്മദ് അബ്ദുൽ മലിക് എന്ന പേരിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പറാകുന്നത്, മുഹമ്മദ് ഇന്ത്യ ബൈബിൾ എന്ന പുസ്തകം രചിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനെ പഠിച്ച് ഖുർആനിലുള്ള റസൂലിനെ കുറിച്ച് പഠിച്ച് ഫാദർ അബ്ദുൽ അഹദ് ദാവൂദ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, മുഹമ്മദ് ദി പ്രിവ്യൂ ഓഫ് ബൈബിൾ എന്ന് ഖുർആൻ ഒരു പുസ്തകം എഴുതുന്നത്. ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുക. ഇത്തരം 10,000-ങ്ങളെ നമുക്ക് ഓരോ സീസണിലും കാണാൻ പറ്റും. ഖുർആനെ പഠിക്കാൻ ശ്രമിച്ചവർ, ഖുർആൻ മാനവികമായതല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്ന് സത്യസന്ധമായി ബോധ്യപ്പെട്ടവർ, ഖുർആൻ വഴി റസൂൽ നടത്തുന്ന വിപ്ലവത്തെക്കുറിച്ച് സൂറത്തുൽ അറാഫിന്റെ 156, 57, 58 വചനങ്ങളിൽ പറയുന്നുണ്ട്. എന്തൊക്കെ ഖുർആൻ അവിടെ മനുഷ്യനോട് പറയണേ? യുഹല്ലു ലഹുമു ത്വയ്യിബാത്ത്, നല്ല കാര്യങ്ങളെ ചെയ്യാവൂന്ന്. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. വയളഹു അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലദീ കാനത് അലൈഹിം, മുൻകാല മതങ്ങളിലും ശരീഅത്തിലും ഉണ്ടായിരുന്ന മനുഷ്യന് വഹിപ്പാൻ കഴിയാത്തതായ നിയമങ്ങളെയും ഈ നിഷ്ഠകളെയും പരിശുദ്ധ ഖുർആൻ ലളിതമാക്കുന്നുവെന്ന്. അതോടൊപ്പം നീതിയോടൊപ്പം നിലനിൽക്കാൻ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അനുയായികളെ നിരന്തരം പ്രേരിപ്പിക്കുന്നുവെന്ന്. ഇതൊന്നും മനസ്സിലാക്കാതെ ഖുർആൻ മാനവികമല്ല എന്ന് പറയാൻ ഈ പറയുന്ന ആളുകളുടെയൊക്കെ മൊത്തം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഖുർആനെങ്ങാനും യുദ്ധം ഹറാമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർത്തും മാനവ വിരുദ്ധവും ബുദ്ധിശൂന്യവുമായ ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറുമായിരുന്നു. കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സമയത്ത് ഏതൊരു സംസ്കൃതിയുടെയും ഭാഗമാണ്. യുദ്ധം അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഏതൊരു സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ലോക ചരിത്രം പരിശോധിക്കുക, യുദ്ധമില്ലാത്തൊരു കാലഘട്ടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പഠിക്കുക. ഇന്ന് ഈ മതവിരുദ്ധരായ ആളുകളൊക്കെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ആശയധാരയാണ് കമ്മ്യൂണിസം. അതേക്കുറിച്ചുള്ള ഒരു ഡീപ്പായ പഠനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി കമ്മ്യൂണിസം എങ്ങനെയാ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്? 1917 റഷ്യൻ റവല്യൂഷൻ വഴി. യുദ്ധമായിരുന്നു, യുദ്ധം. പിന്നീട് ലോകത്ത് എവിടെയൊക്കെ ഭരണം സ്ഥാപിച്ചു അവിടെയൊക്കെ യുദ്ധമാണ് മുന്നിൽ നിന്നത്. 35 ലക്ഷം പച്ച മനുഷ്യരെ ചുട്ടുകൊന്നിട്ടുണ്ട് യുഗ്ലോസ്ലാവിയയിൽ കമ്മ്യൂണിസം സ്ഥാപിക്കാൻ പോൾപോട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് രാജാവ്. ലോക ചരിത്രത്തിൽ എവിടെയാണ് യുദ്ധമില്ലാതെ വന്നത്? ബൈബിൾ പഴയ നിയമം ഉടനീളം പറയുന്നത് യുദ്ധത്തിന്റെ കഥകളാണ്. ആ പഴയ നിയമത്തിൽ പറയുന്ന യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന, യുദ്ധത്തിന് പോയി മടങ്ങി വരുന്ന ആളുകളിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച സൈന്യാധിപനോട് കയർക്കുന്ന, എന്തിനാ അവരെയൊക്കെ നീ ഉപേക്ഷിച്ചത്? അവരെയൊക്കെ കൊല്ലണം, അവരുടെ വീട് നശിപ്പിക്കണം, അവരുടെ തോട്ടം നശിപ്പിക്കണം, രോഗികളെയും വൃദ്ധരെയും ആടുമാടുകളെയും നശിപ്പിക്കണം എന്ന് കൽപ്പിക്കുന്ന ബൈബിളിലെ ദൈവം, ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ വരുന്ന യേശു എന്നാണ് അതിൻ്റെ ആളുകൾ പറയുന്നത്. നമുക്കറിയില്ല, നമുക്കറിയേണ്ട കാര്യവും തൽക്കാലല്ല. അങ്ങനെ വരുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നു. എന്നല്ല, തീർത്തും മാന്യതയില്ലാത്ത വിധം മനുഷ്യനെ നശിപ്പിക്കണം, തോട്ടം നശിപ്പിക്കണം, കൃഷി നശിപ്പിക്കണം, ആടുമാടുകളെ നശിപ്പിക്കണം, വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും നശിപ്പിക്കണം. സംഖ്യാപുസ്തകം എടുത്ത് പരിശോധിക്കുക, 31-ാമത്തെ അധ്യായം.
യുദ്ധം കഴിഞ്ഞു വരുന്ന സൈന്യാധിപരോടും നേതാക്കളോടും മോശേസും അതോടൊപ്പമുള്ള അന്നത്തെ പണ്ഡിതന്മാരും ദൈവാജ്ഞയാൽ സംസാരിക്കുന്നു. എന്തിനാ ഇവരൊക്കെ ഉപേക്ഷിച്ചത്? ഇവരൊക്കെ കൊല്ലണ്ടേന്ന്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയെല്ലാം കൊന്നുകളയുക. അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകളെ കൊന്നുകളയാൻ. പുരുഷനെ അറിയാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചുകൊള്ളുക. ഇത് ചിലപ്പോ ഈ വിമർശകരാകുന്ന ആളുകൾ കാണാതെ പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ ബോധപൂർവം കാണാതെയാകുന്നുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ മൈത്രേയനും പറയുന്നുണ്ട്, നിന്നെപ്പോലെ നിന്റെ അയൽവാസികളെ സ്നേഹിക്കുക എന്ന ബൈബിളിലുള്ള ആ ഒരു വചനം പോലെ മനോഹരമായ ഒരൊറ്റ വാക്ക് ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് നമുക്ക് കാണിച്ചു കൊടുക്കണം, സമയാനുസരണം. യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, യുദ്ധം വേണ്ട സമയത്ത് ചെയ്യണമെന്ന് പറയാത്തൊരു ദർശനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇസ്ലാമിലെ യുദ്ധം എന്ത് എന്നുള്ളത് വിസ്തരിച്ച് ചർച്ച ചെയ്യാനുള്ളതാണ്. ഈ വിഷയത്തിൽ അത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്ലാം സ്വർഗം കിട്ടുമെന്നും പറഞ്ഞിട്ട് യുദ്ധത്തിനിറക്കി. അങ്ങനെ കൊള്ളക്കാരായിരുന്നു എന്ന്. സ്വർഗം കിട്ടും, അതുകൊണ്ട് യുദ്ധത്തിന് വരണം, രക്തസാക്ഷിയായാൽ സ്വർഗം കിട്ടും. ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം എന്താണ്? അഥവാ പ്രാപ്സസേ സ്വർഗം. ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ അർജുന നിനക്ക് സ്വർഗം കിട്ടും. എന്ത്? അഥവാ പ്രാപ്സസേ സ്വർഗം. ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടും. ജിത്തോവാ ബോക്ഷസേ മഹിം. വിജയിച്ചാലോ ഈ ഭൂമി അനുഭവിക്കാം, കുരുക്ഷേത്രയിൽ ഭരണം സ്ഥാപിക്കാം. തസ്മാത്, അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ദേയ, എഴുന്നേൽക്കുക കുന്തിയുടെ പുത്രനാകുന്ന അർജുന, യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട്. ഇതെന്താണ്? അഥവാ പ്രാപ്സസേ സ്വർഗം. യുദ്ധത്തിൽ മരണപ്പെട്ടാൽ സ്വർഗം കിട്ടും. യുദ്ധത്തിൽ വിജയിച്ചാലോ ഭൂമി അനുഭവിക്കാം, ഇവിടത്തെ രാജാവാകാം. അതുകൊണ്ട് തസ്മാദുത്തിഷ്ഠ കൗന്ദേയ, യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഒരുങ്ങി തയ്യാറായി എഴുന്നേൽക്കൂ കുന്തിയുടെ പുത്രനാകുന്ന അർജുന. 2-ാം അധ്യായത്തിന്റെ പേരെന്നെ അർജുന വിഷാദ യോഗം എന്നാണ്. യുദ്ധം ചെയ്യാൻ അർജുനന് വല്ലാത്ത വൈക്ലഭ്യം, വിഷമം. അങ്ങോട്ട് നോക്കുമ്പോൾ തൻ്റെ ഗുരുവാകുന്ന ദ്രോണാചാര്യർ, തൊട്ടപ്പുറത്ത് കൗരവരുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ കുലത്തിൻ്റെയും മഹാജ്ഞാനിയാകുന്ന ഭീഷ്മർ, തൊട്ടപ്പുറത്ത് തൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠനാകുന്ന കർണൻ, കളിക്കൂട്ടുകാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ. ഇവർക്ക് നേരെ അമ്പെയ്യാൻ കഴിയാതെ തൻ്റെ തേരിൽ തളർന്നിരുന്നു അർജുനൻ. അദ്ദേഹം തളർന്നിരുന്നാൽ കൗരവർ ജയിക്കുമെന്നുറപ്പുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മോട്ടിവേഷൻ ചെയ്യാനാണ് കൃഷ്ണൻ ഗീത പാടുന്നത് തന്നെ. മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിലെ 24-ാം കാണ്ഡമാകുന്ന ഭീഷ്മപർവത്തിന്റെ ഉള്ളിലുള്ളൊരു പാട്ടാണ് ഗീത. ഗീത പാടുന്നത് തന്നെ എന്തിനാണ്? കൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് മോട്ടിവേഷൻ നടത്താനാ. അദ്ദേഹം ആയുധം താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൗരവർക്ക് സിമ്പിളായിട്ട് ജയിക്കാം. കർണനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ദ്രോണാചാര്യർ ഗംഭീരമായ അഗ്നേയാസ്ത്രം വിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ദ്രോണർ തന്നെ പത്മവ്യൂഹം ചമച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ആകെ ഒരാൾക്കേ അറിയൂ, ഈ അർജുനന്. അയാൾ യുദ്ധം ചെയ്യാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂപ്പരെ മോട്ടിവേഷൻ ചെയ്യാനാണ് ശ്രീകൃഷ്ണൻ ഗീത പാടുന്നത് തന്നെ. കൗരവയുദ്ധത്തിൽ, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടു? 40 അക്ഷൗഹിണികൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ലക്ഷങ്ങൾ വരും. എല്ലാവരും ഏകദേശം മൊത്തം ആളുകൾ തീർന്നു എന്നാണ്. കൗരവപക്ഷത്തിൽ നിന്നൊക്കെ 3 ആളുകൾ മാത്രം ശേഷിച്ചു. 3 ആളുകൾ മാത്രം. ദ്രോണാചാര്യരുടെ പുത്രനാകുന്ന അശ്വത്ഥാമാവടക്കം 3 ആളുകൾ. പാണ്ഡവപക്ഷത്ത് കുറെ ആളുകളൊക്കെ ശേഷിച്ചിരുന്നു. പക്ഷേ ദ്രോണാചാര്യരുടെ പുത്രനും മറ്റും ചേർന്നിട്ട് തീ കൊളുത്തിയിട്ട് അവരൊക്കെ തകർത്തു എന്നാണ്. നമ്മുടെ മഹാകവിയാകുന്ന വള്ളത്തോളിന്റെ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന കവിത കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് കബദ്ധങ്ങൾ കൂടിക്കളിക്കുമ്പോൾ ചെന്നായ്കളും കുറുനരികളും ഈ മനുഷ്യ ശരീരം കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴുകന്മാർ മനുഷ്യമാംസം തിന്നാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 100 മക്കൾ നഷ്ടപ്പെട്ട ഗാന്ധാരി വരെയാണ്. ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഇതിനായിരുന്നു നിന്റെ അവതാരം?
ഇതിനായിരുന്നു നീ അവതരിച്ചത് എന്ന് ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ കിടക്കുന്നു അഭിമന്യു, അർജുനന്റെ പുത്രൻ, എൻ്റെ മോൾക്ക് ഞാൻ ഭർത്താവായി കണ്ടുവച്ചിരുന്ന ആളാണ്. ഇതേ കിടക്കുന്നു ഘടോത്കജൻ, ഭീഷ്മന്റെ രാക്ഷസപുത്രൻ. നമുക്ക് വലിയൊരു ഹിമ്മത്തായിരുന്നു അദ്ദേഹം, ഭയങ്കര ശക്തിമാനായിരുന്നു. ഓരോരുത്തരെ എണ്ണി പറയാണ്. ഇവരൊക്കെ നശിച്ച ഈ യുദ്ധത്തിനായിരുന്നു കൃഷ്ണ നിന്റെ അവതരണം എന്ന്. ഇതിൻ്റെ പശ്ചാത്തലത്തെയല്ല ഞാൻ വിശദീകരിക്കുന്നത്. അതിൻ്റെതായ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, അതവർ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് യുദ്ധം ഖുർആനിൽ അനുവദിച്ചു എന്നതുകൊണ്ട് മാത്രം ഖുർആൻ മാനവവിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഏതൊരു സംസ്കൃതിയിലാണ് യുദ്ധം ഇല്ലാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ഇതേക്കുറിച്ച് വിമർശിക്കാനോ കൗരവ പാണ്ഡവ യുദ്ധം തെറ്റായിരുന്നു എന്നോ അതിൻ്റെ ന്യായോക്തികൾ ചർച്ച ചെയ്യാനോ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അതിൻ്റെ ആളുകൾ വിശദീകരിക്കട്ടെ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ മാനവ വിരുദ്ധമാണ് എന്നുള്ളതിന് ഈ യുദ്ധം മുന്നോട്ട് വെക്കുക. ഖുർആനിൽ യുദ്ധം എപ്പോൾ അനുവദിക്കപ്പെട്ടു? 13 വർഷം ഹബീബായ നബി തങ്ങൾ എല്ലാ പ്രയാസങ്ങളും സഹിച്ചു. നിരന്തരമായ പീഡനങ്ങളുണ്ടായി. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയാകുന്ന സുമയ്യ ബീവി റളിയല്ലാഹു അൻഹു, അന്ന് പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി രക്തസാക്ഷിയായവർ, ക്രൂരമായ പീഡനം നടക്കുമ്പോൾ അവരുടെ ലൈംഗിക ഭാഗങ്ങളിലൂടെ ശക്തമായ ഇരുമ്പ് കുത്തിക്കയറ്റി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ കണ്ണും തുടച്ചുകൊണ്ട് മടങ്ങി വരുന്നുണ്ട്. ഉസ്ബിർ യാ ആല അമ്മാർ, അമ്മാർ കുടുംബമേ സഹിക്കുക, ക്ഷമിക്കുക എന്നും പറഞ്ഞ ഹബീബായ നബി തങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. കാലം അവിടെ നിന്നൊക്കെ പോയി. സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹംസത്തുൽ ഖറാർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിന് തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ ഞെട്ടാത്തവർ ആ മക്കയിലില്ലായിരുന്നു. ഹംസത്തുൽ ഖറാർ തങ്ങളെപ്പോലെയുള്ള ധീര പോരാളികൾ ഖുറൈശികളിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു. അവരൊക്കെ വന്ന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, 13 വർഷം കൊടിയ പീഡനം സഹിക്ക വയ്യാഞ്ഞിട്ട് നബി തങ്ങളെ ഞങ്ങളൊന്ന് തിരിച്ചടിച്ചോട്ടെ എന്ന്. നബി തങ്ങൾ പാടില്ലെന്നും ക്ഷമിക്കാനും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗത്യന്തരമില്ലാതെ അബ്ശീനിയയിലേക്ക് ഹിജറ പോയി. മൊട്ടക്കുന്നുകളുടെയും മുൾച്ചെടികളുടെയും നാടാവുന്ന യസ്രിബിലേക്ക് പോയി. അങ്ങനെ മദീനയിൽ ഇസ്ലാമിക രാജ്യം രൂപപ്പെടുകയും ഇസ്ലാമിക രാഷ്ട്രം പ്രവർത്തനക്ഷമമാവുകയും മുസ്ലിങ്ങൾ മെല്ലെ പച്ച പിടിച്ചു വരികയും ചെയ്തപ്പോൾ അതുപോലും സമ്മതിക്കില്ലെന്നും പറഞ്ഞ് യുദ്ധത്തിന് പോയി. അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത് ഹിജറ 2-ാം വർഷം. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് നേടി ഇസ്ലാമിക പ്രചാരണം തുടങ്ങിയിട്ട് 15 വർഷം എല്ലാം സഹിച്ചു നിന്നു. യുദ്ധം ചെയ്തില്ല, യുദ്ധത്തിന് സമ്മതം കൊടുത്തില്ല. അന്ന് കഴിയാത്തത് കൊണ്ടല്ല, ആദ്യഘട്ടത്തിൽ കഴിയില്ലായിരുന്നു, പിന്നീടൊക്കെ കഴിയുമായിരുന്നു. അപ്പോഴേക്കും റസൂൽ തങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞു. സൂറത്തുൽ ഹജ്ജിന്റെ 39-ാമത്തെ വചനത്തിലാണ് യുദ്ധം ചെയ്യാനുള്ള അനുമതി ഇറങ്ങുന്നത്. ആ വചനം തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഉദിനല്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, നിത്യമായി ആക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം ലഭിച്ചിരിക്കുന്നു. ബിഅന്നഹും ളുലിമു, അവർ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സമ്മതം കിട്ടിയിരിക്കുന്നു. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അല്ലാഹു അവരെ സഹായിക്കും. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടിൽ നിന്ന് അവരെ ബഹിഷ്കരിക്കപ്പെട്ടു. ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു ന്യായമില്ലാതെ മദീനയിലേക്ക് എത്തിയ സഹാബാ കിറാം പനിച്ചു, വല്ലാത്ത ടെൻഷനായി. മക്ക ഒരു നൊസ്റ്റാൾജിയായി അവരുടെ മനസ്സിൽ തളം കെട്ടി നിന്നു. അവർക്ക് ജീവിത വ്യവഹാരം സാധ്യമല്ലാതെയായി. ഓരോരുത്തർ പാടി നടന്നു. ബിലാൽ ബിൻ റബാഹ തങ്ങളൊക്കെ മക്കയിലെ ചണപ്പുല്ലുകളെക്കുറിച്ച്, മക്കയിലെ മന്ദമാരുതനെക്കുറിച്ച്, മക്കയിലെ മണൽക്കാടുകളെക്കുറിച്ച് പാടി നടന്നു. അവസാനം ഹബീബായ റസൂൽ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈനാ മക്ക, മക്കയെ ഇഷ്ടമായതുപോലെ ഞങ്ങൾക്ക് മദീനയെയും ഇഷ്ടപ്പെടുത്തി തരണമേ. എന്തൊരു വിഷമം സഹിച്ചിട്ടുണ്ടാവും അവർ. നാടും വീടും വിടുകയാണ്. യാതൊരു അവകാശവും യാതൊരു ന്യായവും ഇല്ലാതെ അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, ഈ പ്രതിഷ്ഠകളല്ല ദൈവങ്ങൾ, അള്ളാഹുവാണ് സർവശക്തനാകുന്ന ഇലാഹ് എന്ന് പറഞ്ഞൊരൊറ്റ കാരണത്താൽ. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദുഹും ബിബഅദ്,
ചില ആളുകളുടെ അതിക്രമത്തെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ലഹുദ്ദിമത്ത് സവാമി വ ബിയഉ വ സലവാത്തുൻ വ മസാജിദു യുദ്കറു ഫിഹ ഇസ്മുല്ലാഹി കസീറ. ചില ആളുകളുടെ അതിക്രമത്തെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു പ്രതിരോധിക്കുന്നില്ലെങ്കിൽ സിനഗോഗുകളും ചർച്ചുകളും പള്ളികളും തകർക്കപ്പെടും. പറയ്, പരിശുദ്ധ ഇസ്ലാമിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് മനുഷ്യനെ തോൽപ്പിക്കാനാണെന്നൊന്ന് പറയും. പള്ളികൾ തകർക്കപ്പെടും എന്ന് പറഞ്ഞ് നിർത്തണില്ല എന്നല്ല, തുടങ്ങുന്നത് സിനഗോഗുകളെ കുറിച്ചാണ്. ജൂത ആരാധനാലയങ്ങൾ, ക്രൈസ്തവ ചർച്ചുകൾ, അള്ളാഹുവിനെ ധാരാളമായി പുകഴ്ത്തി പറയുന്ന പരിശുദ്ധമായ പള്ളികൾ തകർക്കപ്പെടും. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ യുദ്ധം അനിവാര്യമാകും. ഖുർആനിൽ യുദ്ധം അനുവദിച്ചിട്ടുള്ള ഒന്നാമത്തെ സൂക്തം ഇതാണ്. ഇതിന്റെ താല്പര്യം തന്നെ വളരെ വ്യക്തമാണ്, നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടാണ് ഖുർആൻ യുദ്ധത്തിന്റെ ഒരു പുസ്തകമാണെന്നും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണെന്നും അത് മാനവ വിരുദ്ധമാണെന്നും പറയുന്നത്. ഞാൻ പറഞ്ഞു, ജിഹാദിനെ കുറിച്ച് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. യുദ്ധം മാത്രം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ, നൂറുകണക്കിന് വർഷം തലമുറകൾ മാറി മാറി യുദ്ധം ചെയ്ത ഒരു സമൂഹത്തിൽ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തെ നിയന്ത്രിച്ചു. സൂറത്ത് ആൽ ഇംറാന്റെ 103-ാം വചനം, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണമെന്നും വലാ തഫറഖു, ഭിന്നിക്കരുതെന്നും ഭിന്നിച്ചാൽ തോറ്റുപോകുമെന്നും അവിടുന്ന് അവിടെ പോയിട്ട് ഉദ്ബോധനം നടത്തി. അങ്ങനെ യുദ്ധക്കൊതിയന്മാരെ ഏറ്റവും നല്ല മാനവികതയുടെ വക്താക്കളായി റസൂൽ തങ്ങൾ മാറ്റി. യുദ്ധത്തിൽ പോകുമ്പോൾ നബിതങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്, ആരുടെയും മുഖത്ത് പരിക്കേൽപ്പിക്കരുത്, സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും ഒരു നിരക്കും ഉപദ്രവിക്കരുത്, തോട്ടവും ഈത്തപ്പനയും നശിപ്പിക്കരുത്. പിന്നെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് മാത്രം തിരിച്ചു പോരാടുക. ഇങ്ങനത്തെ ഒരു യുദ്ധ നിയമം, ഇങ്ങനത്തെ ഒരു നീതിപൂർവമായ യുദ്ധം ലോകത്ത് എവിടെയുണ്ടെന്ന് കൂടെ നമ്മൾ ആലോചിക്കുക. ഇന്നുണ്ടല്ലോ ആധുനിക ലോകത്ത് യുദ്ധങ്ങൾ നടക്കണ്. ഉറങ്ങി എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് എന്തിനാണ് മരണപ്പെടുന്നത് എന്നറിയാതെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇറാഖിലും മറ്റും മരണപ്പെട്ടിട്ടുണ്ട്. പലസ്തീനിൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എവിടെ യുദ്ധത്തിന് നീതി ആധുനിക കാലത്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ 8 കോടിയോളം ജനങ്ങൾ കാണാതെയായിട്ടുണ്ട്, മരണമടക്കം. 2ാം ലോക മഹായുദ്ധത്തിലും അത് നടന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ഇന്ന് മാന്യതയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കൾ ലോക പോലീസുമായി അഭിനയിക്കുന്നവർ പോയിട്ട് അണുബോംബിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കണത് എന്തിനാന്ന് പോലും അറിയാതെ മരിച്ചുപോയി. എവിടെ നീതി? എവിടെ ധർമ്മം? ക്ലസ്റ്റർ ബോംബുകളൊക്കെ ഇട്ടിട്ട് ഒരു നാട് മൊത്തം തകർത്ത് തരിപ്പണാക്കി. വൃദ്ധരും കുട്ടികളും ആശുപത്രികളും സാന്ത്വന കേന്ദ്രങ്ങളും മൊത്തം നശിപ്പിച്ചു. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിന്റെ പ്രസക്തി. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മുഖത്തക്രമിക്കാൻ പാടില്ല, പാവപ്പെട്ടവരെ പീഡിപ്പിക്കാൻ പാടില്ല, സ്ത്രീകളെയും കുട്ടികളെയും ഒരു നിലക്ക് ഉപദ്രവിക്കാൻ പാടില്ല, തോട്ടവും കൃഷിയും നശിപ്പിക്കാൻ പാടില്ല, ഇങ്ങോട്ട് എതിർക്കുന്നവരോട് മാത്രം എതിർക്കുക. മക്കം ഫത്തിന് പോലും അവിടുന്ന് നൽകിയ ഉപദേശം അതാണ്. ഉറക്കെ വിളിച്ചു പറയാൻ പറഞ്ഞു, മൻ അലഖ ബാബുഹു വഹുവ ആമിൻ. ആരാണ് വാതിലടച്ച് വീട്ടിലിരിക്കുന്നത് അവൻ സുരക്ഷിതനായിരിക്കും, നിർഭയനായിരിക്കും, അവനൊരു കുഴപ്പമുണ്ടാവില്ല. മൻ ദഖല മസ്ജിദൽ ഹറാം വഹുവ ആമിനുൻ. മസ്ജിദുൽ ഹറാം പോയിരുന്നവൻ രക്ഷപ്പെട്ടു, അവനെയും ഒരു നിലക്ക് ഉപദ്രവിക്കൂല. മൻ ദഖല ദാറ അബീ സുഫിയാൻ വഹുവ ആമിൻ. ആരാണ് കൊട്ടാര സമാനമായ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത് അവനും സുരക്ഷിതനാണ്. അന്നത്തോലൻ ലീഡറിന്റെ വീട് കയറിയിരിക്കുന്നവനും സുരക്ഷിതനാണെന്ന്. പിന്നെ ആർക്കാ പ്രശ്നം? ഇങ്ങോട്ട് എതിർക്കാൻ വരുന്നവർക്ക് മാത്രം. പിന്നെ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കാഫിരീങ്ങളെ കൂട്ടുകാരാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ആൽ ഇംറാന്റെ 28-ാമത്തെ വാക്യം അതാണ്. അപ്രകാരം നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും ഉറ്റമിത്രങ്ങളാക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സൂറത്തുൽ മാഇദയുടെ 51 അതാണ്. ഇതേ സൂറത്തിന്റെ തന്നെ 57-ാമത്തെ വചനം, മാഇദയുടെ 57-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ ലദീന ഇത്തഖദൂ ദീനകും ഹുസുവൻ വലഇബാ. ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ ദീനിനെ കളിയും തമാശയും പരിഹാസവുമാക്കി മാറ്റുന്നവരോട് നിങ്ങൾ പങ്കുചേരരുത്, നിങ്ങൾ അടുത്ത കൂട്ടുകാരാവരുത്. അതോടൊപ്പം കാഫിരീങ്ങളെയും അതോടൊപ്പം അഹ്ലു കിതാബിനെയും
ഉറ്റമിത്രങ്ങളാക്കി നിങ്ങൾ മാറ്റരുത്. ഇതേത് പശ്ചാത്തലത്തിൽ അവതരിച്ചു എന്ന് കൂടെ നോക്കണം. മക്കം ഫത്ത് സംഭവിക്കുമോ ഇല്ലേ, അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ കുറേ മുഅ്മിനീങ്ങൾ എന്നാൽ മറ്റുള്ളവരോട് നല്ല ലോക്യത്ത് കൂടെ നമുക്ക് ഇന്നെന്താ വെച്ചാൽ നമ്മളിഞ്ഞ് തോറ്റുപോയാലും നമ്മൾ ഇസ്ലാമിലായപ്പോൾ നല്ലോണം അവരോട് ലോക്യം കൂടിയ ആളുകളായതുകൊണ്ട് അവരുടെ പരിഗണന കിട്ടും എന്ന രീതിയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രഹസ്യങ്ങൾ ചോരും വിധം. ഇസ്ലാമിക രാഷ്ട്രമാണത് മദീന. അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, വ്യക്തിക്ക് അതിന് സ്വാതന്ത്ര്യമില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ ശത്രുപക്ഷത്തിന് ചോർന്നു കിട്ടും വിധം അവരോട് ലോക്യം കൂടിയാൽ, ഇനി മക്കം ഫത്തഹ് വിജയിച്ചില്ലെങ്കിലും അവരിങ്ങോട്ട് ആധിപത്യം സ്ഥാപിച്ചാലും നമുക്കതിൻ്റെ ഇടയിൽ രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിച്ച ചില ആളുകളോടാണ് ഈ വാക്യം പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടും വിധം ശത്രുക്കളാകുന്ന ആളുകളോട് കമ്പനി ചേരരുത് എന്ന്. അവിടെ എന്താ തകരാറ്? ഇപ്പോൾ പാകിസ്ഥാന് രഹസ്യം ചോർത്തി കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഈ രാഷ്ട്രത്തിൻ്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹുക്കം എന്താണ്? കൊല്ലൽ തന്നെ. അതാണ് രീതി. പിന്നെ അവനാൻ്റെ ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസിക രോഗം എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് നീതി വിരുദ്ധമാണ്. ഏത് രാജ്യവും അങ്ങനെ തന്നെയാണ്. അവരുടെ രാഷ്ട്ര സുരക്ഷതയ്ക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവർക്ക് ശക്തമായ നടപടി സ്വീകരിക്കും. മദീന രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും വിധം മക്കം ഫത്തിൻ്റെ മുന്നേ ശത്രുക്കളായ ആളുകളോട് കമ്പനി കൂടാൻ ശ്രമിച്ചവരോട് നിങ്ങൾ അവരെ കമ്പനിയാക്കരുത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുസ്ലിമും ഓരോ അമുസ്ലിമിനോട് സ്നേഹം കൂടരുത്, ലോക്യം കൂടരുത്, സുഹൃത്തുക്കളാവരുത് എന്നുള്ളതിന് തെളിവാക്കിയാൽ എന്തൊരു മാരകാണിത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയുടെ 8-9 വാക്യങ്ങളിൽ ഈ ഇസ്ലാം വിരുദ്ധരായ ആളുകൾ, ഇസ്ലാം അല്ലാത്ത ആളുകളോടുള്ള സമീപനം കൃത്യമായി പറയുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. ദീനീ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകളോട് അള്ളാഹു വിലക്കുന്നില്ല. വലാ യുഖ്രിജൂകും മിൻ ദിയാരിക്കും. നിങ്ങളുടെ വീടിൽ നിന്ന് അവർ നിങ്ങളെ ബഹിഷ്കരിക്കുന്നില്ല, പുറത്താക്കുന്നില്ല. അൻ തബറൂഹും. അവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ അള്ളാഹു വിരോധിക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം. അവരിലേക്ക് നീതിയും ധർമ്മവും ചെയ്തു കൊടുക്കാൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്വീൻ. അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. വ്യക്തമല്ലത്? നിങ്ങളോട് യുദ്ധത്തിന് വരുന്നില്ല, നിങ്ങളുടെ മതത്തെ തോപ്പിക്കാൻ ശ്രമിക്കണില്ല, നിങ്ങളുടെ വീടിൽ നിന്ന് പുറത്താക്കണില്ല, നിങ്ങളെ നാട് വിട്ടോടാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കണില്ല. അങ്ങനത്തെ ടീമിന് അന്തബറൂഹും നന്മ ചെയ്തു കൊടുക്കാൻ, വതുഖ്സിതു ഇലൈഹിം അവർക്ക് നീതി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു വിലക്കുന്നേയില്ല. പിന്നെ ആരോട് കമ്പനി കൂടരുത് എന്നാണ് പറയുന്നത്? ഇന്നമാ യൻഹാകുമുല്ലാഹ്. അള്ളാഹു വിരോധിക്കുന്നത് അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി. ദീനീ കാര്യത്തിൽ നിങ്ങളോട് സംഘട്ടനത്തിനും യുദ്ധത്തിനും വരുന്നവരോടാണ്. വഖ്റുജൂകും മിൻ ദിയാരിക്കും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുന്നവരോടാണ്. പിന്നെ വലാഖറു അലാ ഇഖ്റാജിക്കും. നിങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടി പരസ്യമായി പ്രവർത്തിക്കുന്നവരോടുമാണ്. അൻതുവല്ലൂഹും അയ്യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഈ അക്രമകാരികളോട് ലോക്യം കൂടരുത്, അവരൊപ്പം കമ്പനിയാകരുത്. കാര്യം അവർ നമ്മുടെ സൊസൈറ്റിയുടെ സ്വകാര്യങ്ങൾ ചോർത്തിയെടുക്കും. ഇതിനെയാണ് റബ്ബ് വിരോധിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ ഖുർആൻ പറയുന്നുണ്ട്. ഔറംഗസീബ് വലിയ തീവ്രവാദിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം മഹാപണ്ഡിതനുമായിരുന്നു. ഹനഫി മദ്ഹബിലെ ഏറ്റവും വലിയ ഫത്താവ സമാഹാരം അദ്ദേഹത്തിൻ്റെ ഫത്താവ സമാഹാരമാണ് അൽ ഫത്താവൽ അലങ്കരിയ അല്ലെങ്കിൽ അൽ ഫത്താവൽ ഹിന്ദിയ. അയാൾ ഏതെങ്കിലും ഒരു നാടൻ ഭരണാധികാരിയായിരുന്നു എന്ന് വിചാരിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്സിലുള്ള ഫത്താവ സമാഹാരമാണ് ഹനഫി മദ്ഹബിലെ ഇപ്പോഴും ആധികാരികമായ ഫത്വ സമാഹാരം. 7 വാള്യമുണ്ട്. അൽ ഫത്താവ അലങ്കീരിയ. ആലങ്കീർ അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടാണ് ആ ഫത്താവ് അറിയപ്പെടുന്നത് പോലും. അദ്ദേഹത്തിന് വേണ്ടി രജപുത്രരോട്, ശിവാജിയോട് യുദ്ധത്തിന് പോയിരുന്ന ടീമിന്റെ ക്യാപ്റ്റൻ മുസ്ലിമായിരുന്നു. ചരിത്രം കുറെ കൂടി ഇങ്ങോട്ട് പോരണം. ടിപ്പു സുൽത്താൻ വലിയ തീവ്രവാദി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇസ്ലാമിന്റെ സ്വന്തം ആളായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 19 മന്ത്രിമാരിൽ 13 പേരും ഹിന്ദുക്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പൂർണ്ണയ്യ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ സനാതനധർമ്മിയാകുന്ന ബ്രാഹ്മണനായിരുന്നു. ഏതെങ്കിലും ഒരു മതത്തോടൊന്നും താല്പര്യമില്ലാത്ത അക്ബറിനെ പോലത്തെ മുഗളന്മാരോ രാജാക്കന്മാരോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് മതത്തിലൊന്നും വലിയ കാര്യമില്ല.
ഈ ഖുർആൻ മാഇദ സൂറത്തിൽ അമുസ്ലിങ്ങളോട് സ്നേഹത്തിൽ വർത്തിക്കരുത് എന്ന് പറയുന്നു എന്ന് വിമർശകർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ കാണാതെ പഠിക്കുകയും അതിലെ വലിയ പണ്ഡിതനായി വരികയും അങ്ങനെ ആ പാണ്ഡിത്യം കൊണ്ടും ദീനിനോടുള്ള സ്നേഹം കൊണ്ടും തീവ്രവാദിയാണ് എന്നൊക്കെ ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന രണ്ടാളുകളെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഔറംഗസീബ്, രണ്ടാമത്തെ ടിപ്പു സുൽത്താൻ. അവരും അമുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നമ്മളത് മനസ്സിലാക്കണ്ടേ? നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വന്നാൽ എണ്ണി പറയാൻ എത്രയെത്ര സൗഹൃദങ്ങളുടെ പുഷ്കലമായ ചരിത്രങ്ങളുണ്ട്. തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, കുഞ്ഞായി മുസ്ലിയാരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ. ചരിത്രത്തിന്റെ ഇന്നലകൾ ഇസ്ലാമിക ലോകത്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ എങ്ങനെ ഖുർആൻ മാനവിരുദ്ധാവുന്നത്? ഇതാണ് പ്രശ്നം. ഖുർആനെ കുറിച്ച് പഠിക്കണം. പിന്നെ മൈത്രേനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരൊറ്റ നല്ല കാര്യം ഖുർആൻ എന്ന് പറഞ്ഞു തരാൻ പറ്റും? ഒരൊറ്റ വാക്യം ഖുർആനിൽ ഏതെങ്കിലും ഒരു വാക്യം നല്ലതല്ലാത്തതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്, തിരിച്ചു ചോദിക്കാനുള്ളത്. പിന്നെ അയാൾ പറയാണ് ദൈവത്തെ ആരാധിക്കണം എന്ന് പറയല്ലാതെ എന്താ ഖുർആനിലുള്ളത്? അതോടുകൂടി തന്നെ മനുഷ്യൻ ഏറ്റവും നല്ലവനായി തീർന്നു. ദൈവത്തെ ആരാധിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അതല്ലാതെ വേറെന്താ ഉള്ളത് എന്നാ ചോദിക്കുന്നത്. അതോടുകൂടെ മനുഷ്യൻ ഏറ്റവും സൽക്കർമ്മിയായി തീർന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ അവൻ നീതിയുടെ ആളായി നിലകൊള്ളും, ആരെയും ആക്രമിക്കാതിരിക്കും, അവൻ നല്ല മനുഷ്യനായിത്തീരും, എല്ലാവർക്കും മാതൃകയായിത്തീരും. മനുഷ്യനോട് സൗഹൃദം വേണ്ടെന്നോ? ഇസ്ലാമിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവരാകങ്ങോട്ട് കളച്ചു മറിക്കുന്നതാണ് ചില തള്ളുകൾ. 1000-ഓളം വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അന്നും ഇന്നും മുസ്ലിങ്ങളല്ല ഇന്ത്യയിൽ ഭൂരിപക്ഷം. മുഗളന്മാരിലേക്ക് ശക്തനായ രാജാവ് വിചാരിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരൊറ്റ ആളില്ലാത്ത വിധം ഇന്ത്യ ശൂന്യമാകുമായിരുന്നു. അപ്പൊ അധികാരം കിട്ടാത്തതുകൊണ്ടാണ് അവരിപ്പോ ഇങ്ങനെ സമാധാനത്തിന്റെ ആളുകളാവുന്നത്. സൗദി അറേബ്യയിൽ മുസ്ലിങ്ങൾക്കല്ല അധികാരം, UAE-യിൽ മുസ്ലിങ്ങൾക്കല്ല അധികാരം, മിഡിൽ ഈസ്റ്റിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ അധികാരം കിട്ടിയിടത്തൊക്കെ മുസ്ലിം അല്ലാത്തവരെ വെട്ടിക്കളഞ്ഞോ. സൗഹൃദത്തിൽ ജീവിക്കുന്ന ഈ കേരളത്തെ വർഗീയവൽക്കരിച്ച് കലാപങ്ങളുടെ നാടാക്കി മാറ്റാൻ പലരും പ്രചരിപ്പിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും അത് മനസ്സിലാക്കണം. ടിപ്പു സുൽത്താൻ അധികാരം കിട്ടിയിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ, ഒരു അമുസ്ലിമിനെ ഹിന്ദുവായി എന്നതിൻ്റെ പേരിൽ കൊന്നതിന് ചരിത്രത്തിൽ ഒരൊറ്റ തെളിവ് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ മഹാഭൂരിപക്ഷവും അമുസ്ലിങ്ങളായിരുന്നു. 1000-ഓളം വർഷം സർവശക്തിയോടുകൂടെ മുസ്ലിങ്ങളെ ഇന്ത്യ ഭരിച്ചിട്ട് ഇന്നും അന്നും മുസ്ലിങ്ങളല്ല ഈ നാട്ടിൽ ഭൂരിപക്ഷം. എന്തുകൊണ്ട്? അവർക്ക് സംരക്ഷണം നൽകാനാണ്, ഹൈന്ദവർക്കും മറ്റും സംരക്ഷണം നൽകാനാണ്, ക്ഷേത്രത്തിന് സഹായം ചെയ്യാനാണ് ഈ ഭരണാധികാരികളൊക്കെ ശ്രമിച്ചത്. അതുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പൊ പറയാം ഇവര് സമാധാനത്തിന്റെ ആളുകളായി നിലകൊള്ളുന്നത് അവർക്ക് അധികാരം കിട്ടാത്തത് കൊണ്ടാണ് എന്ന്. തിരുത്തണം. അങ്ങനെ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ നിൽക്കരുത്. അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ എന്തെങ്കിലും മനുഷ്യന് ഉപകാരമുള്ളത് ഖുർആനിലുണ്ടോ? ഒരൊറ്റ വരി ഉണ്ടോ എന്നാണ് അയാളുടെ ചോദ്യം. ഖുർആനിലുള്ള ഓരോ അക്ഷരവും മനുഷ്യന് ഉപകാരമുള്ളതാണ്, ഒന്നുപോലും അതിന് വിരുദ്ധമല്ല. പരിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 23-24 വാക്യങ്ങൾ വൃദ്ധരായ മാതാപിതാക്കളെ ഏത് വിധം പരിപാലിക്കണമെന്ന് കൃത്യമായി പറയുന്നു. ഇത്ര മനോഹരമായി ഇത് വർണ്ണിച്ച വേറെ ഏതെങ്കിലും ഒരു ധർമ്മ പുസ്തകം നമുക്ക് കാണാൻ പറ്റുമോ? മാതാവോ പിതാവോ രണ്ടുപേരുമോ നിങ്ങൾക്കടുത്തു വെച്ച് നിങ്ങളുടെ സംരക്ഷണയിലായിരിക്കെ വാർദ്ധക്യം പ്രാപിച്ചാൽ വലാതഖുല്ലഹുമാ ഉഫിൻ, അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ബുദ്ധി കുറവ് വരും, അൽഷിമേഴ്സ് ബാധിക്കും. അപ്പോഴൊക്കെ അവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്തുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ വലാതഖുല്ലഹുമാ ഉഫിൻ, അവർക്ക് വെറുപ്പാകുന്ന ഒരു വാക്ക് പോലും പറയരുത്, ഒരു വാക്ക് പോലും പറയരുത്. വലാ തൻഹർഹുമാ, അവരെ നിങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നല്ല മൃദുവായ വർത്താനം മാത്രം പറയണം.
സ്നേഹമസൃണമായി മാത്രം ഇടപെടണം. മാതാവിനെയും പിതാവിനെയും ഏറ്റവും വൃത്തിയിൽ പരിപാലിക്കണം. അതിൻ്റെ ഒരു മോഡൽ പറയുന്നുണ്ട്, വഹ്ഫദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. ഒരു കോഴി അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ആ വരുന്ന പരുന്തിന്, കഴുകന് കോഴിയെ പൊക്കാൻ പറ്റും. പക്ഷെ എന്നാലും എൻ്റെ മക്കളെ കൊണ്ടുപോകരുതെന്ന് കരുതിയിട്ട് കാരുണ്യത്തിൻ്റെ മൂർത്തരൂപം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നു, മക്കളെ സുരക്ഷിതരാക്കുന്നു. ഇതേ രീതി മുന്നിൽ വെച്ച് ഖുർആൻ പറയുന്നു, വഹ്ഫദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചോനെ, എന്നെ പോറ്റി വളർത്തിയ ആളിതാണ്, എനിക്ക് വേണ്ടി സംരക്ഷണം തീർത്തയാൾ, കഠിനാധ്വാനം ചെയ്ത് എനിക്ക് അന്നം തന്നയാൾ, അവർക്ക് നീ കാരുണ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടുന്നു, മക്കൾ മാതാപിതാക്കളെ അപഹസിച്ചു കൊണ്ടിരിക്കുന്നു, കൊല ചെയ്യുന്നു, പുറത്താക്കുന്നു, ബഹിഷ്കരിക്കുന്നു, പട്ടിണിക്കിടുന്നു, ബന്ധവിച്ഛേദനം നടത്തുന്നു. ഇസ്ലാമിക സൊസൈറ്റി എല്ലാത്തിടത്തും ഇത് വ്യാപകമാണെന്ന് അതിൻ്റെ തന്നെ നേതാക്കൾ പലപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മൈത്രേയനോട് ചോദിക്കാം, പരിശുദ്ധ ഖുർആനിലെ ഈ വചനം മനുഷ്യന് ഉപകാരപ്പെട്ടതാണോ അല്ലേ എന്ന്. ഈ ഒരു വചനം മനുഷ്യന് ഉപകാരപ്പെട്ടതാണോ അല്ലേ? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ 90-ാമത്തെ വചനം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതി ചെയ്യണമെന്നാണ്, നന്മ ചെയ്യണമെന്നാണ്. വഇതാഇദൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്, മിത്രങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യ്. വൃത്തികേടുകളെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു വിരോധിക്കുന്നു, നിഷേധിക്കുന്നു. ബഗ്യ്, തമ്മാടിത്തങ്ങളെ, തോന്നിവാസങ്ങളെ ഖുർആനും അല്ലാഹുവും വിരോധിക്കുന്നു. യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ നല്ലവരാവാൻ അല്ലാഹു ഉപദേശം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ വാക്യത്തിൽ എന്താ പറയണത്? ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? ഇഹ്സാൻ ചെയ്യണം, നന്മ, ലോകത്തിന്റെ മുഴുക്കെ. അതിൽ നീതി കൊണ്ട് അല്ലാഹു കൽപ്പിക്കുന്നു, നീതിയുക്തരായി ജീവിക്കണം. ഇത്തരം മനോഹരമായ ആയിരക്കണക്കിന് വചനങ്ങൾ ഖുർആനിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ മൈത്രേയനെ പോലത്തെ ആളുകൾക്ക് അത് പറ്റില്ല? അവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടെ നമുക്ക് ചിലത് പറയേണ്ടി വരുന്നത്. കവി പറഞ്ഞതുപോലെ, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അതാണ് പ്രശ്നം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും നിറച്ചു പാലാണ്, പക്ഷെ കൊതുകിന് വേണ്ടത് ചോരയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ചോര ഊറ്റാൻ നടക്കുകയാണ്. എന്തുകൊണ്ട്? ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത ദർശനമുണ്ട്. അവിടെ വ്യഭിചാരം മനോഹരമായിരിക്കണം. പരിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെ എതിർക്കുന്നു. അതുകൊണ്ട് ഖുർആൻ അവർക്ക് പാടില്ലാതെ വരുന്നു. അവിടെ എല്ലാ താന്തോന്നിത്തങ്ങളും നടക്കണം. ഖുർആൻ എല്ലാ താന്തോന്നിത്തങ്ങളെയും വിരോധിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാ, താന്തോന്നിത്തങ്ങളെ വിരോധിക്കുന്നു. അവിടെ ഇൻസിസ്റ്റ് നടത്തണം, അഗമ്യഗമനം. സ്വന്തം മോളോടും സ്വന്തം സഹോദരിയോടും ഉമ്മയോടും അമ്മയോടുമൊക്കെ ലൈംഗിക ബന്ധത്തിന് സമ്മതം കിട്ടണം. പരിശുദ്ധ ഖുർആൻ അതൊരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഖുർആൻ അവർക്ക് പഥ്യമല്ലാതായി തീരുന്നു. അവിടെ സ്നേഹത്തിൽ വർത്തിക്കണം. അത് പറ്റാത്ത ആളുകൾക്ക് പിന്നെ ഖുർആൻ സ്വീകരിക്കാതിരിക്കാനേ നിർവാഹമുള്ളൂ. ഇതാണ് പ്രശ്നം. സ്വന്തം മകൾക്ക് 18 വയസ്സായപ്പോൾ കത്തെഴുതിയ ആളാണ് ഇദ്ദേഹം. എന്തായിരുന്നു കത്തെഴുതിയത്? നീ 18 വയസ്സായി, പക്വതയുള്ള പ്രായമെത്തി, അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഈ അച്ഛൻ സപ്പോർട്ട് ചെയ്യുമെന്ന്. എനിക്ക് വേണമെങ്കിൽ ആരെയും പ്രണയിക്കാം, ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം, ഈ അച്ഛൻ സപ്പോർട്ട് ചെയ്യും, കാരണം നീ നിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്ന് സ്വന്തം മകൾക്ക് കത്തെഴുതുന്ന ഒരാൾക്ക് മൂല്യങ്ങൾ പാലിക്കണമെന്ന, ധർമ്മനിഷ്ഠമായി ജീവിക്കണമെന്ന, അരാജകത്വം പാടില്ലെന്ന, താന്തോന്നിത്തത്തിന് പ്രസക്തിയില്ലെന്ന് പറയുന്ന ഖുർആൻ ഒന്നിനും പറ്റാത്തൊരു ഗ്രന്ഥമായി മാറും. അത് ഖുർആൻ്റെതല്ല പ്രശ്നം. കവി പറഞ്ഞതുപോലെ ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും
കൊതുകിന് പഥ്യം, കൊതുകിന് കൗതുകം ചോരയാകുന്നതാണ്. പരിശുദ്ധ ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, ഖുർആനിലേക്ക് പൂർണ്ണമായി മടങ്ങാനുള്ള ശ്രമവും നടത്തുക. അതോടൊപ്പം ഖുർആൻ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഖുർആനെ പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാവുക. അങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിനെ തെറ്റിദ്ധരിച്ചവരൊക്കെ നന്മയിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഒരു സംശയവുമില്ല. ചരിത്രം സാക്ഷിയാണ്, വർത്തമാനവും സാക്ഷിയാണ്. ഖുർആൻ പാരായണം സജീവമാക്കണം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കുമെന്ന് പ്രത്യേകമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലെ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വാധീനിക്കണം. അങ്ങനെ ഖുർആനിൻ്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായി മാറാൻ നാം ഓരോരുത്തർക്കും സാധ്യമാവണം. അങ്ങനെ ഒരു എന്താ ഖുർആൻ എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. ഇത് പല ആളുകളും ഖുർആൻ്റെ ആളുകളാണെന്ന് പറയുകയും ഖുർആന് വിരുദ്ധമായി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ പലരും ഇതാണ് ഖുർആൻ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അതിനുകൂടെ പരിഹാരമുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ വിമർശന പ്രസംഗം പലരും കേട്ടിട്ടുണ്ടാവും. പലരുടെയും വാട്സാപ്പിലേക്കൊക്കെ ഇനി അത് വരികയും ചെയ്യും. ഒന്നത്തരം പ്രസംഗങ്ങളെ നമ്മൾ അവഗണിക്കണം. രണ്ടാമത്തേത്, കേട്ടുപോയ ആളുകൾ തെറ്റിദ്ധരിക്കാതെ എന്താണ് പരിശുദ്ധ വേദം എന്ന് മനസ്സിലാക്കുകയും വേണം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്തത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വളരെ സത്യസന്ധമായി ജീവിക്കാനും ആരോടും വിദ്വേഷം വെച്ച് പുലർത്താതിരിക്കാനും പരിശുദ്ധ ദീനിൻ്റെ നന്മകളെല്ലാം ആവാഹിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ സ്നേഹിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം നൽകുമാറാവട്ടെ. അഭിമായ നബിതങ്ങളുടെ ചാര സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.